ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഈ വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തുപോയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിൽ കാണില്ല. ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കർമ്മപദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ ഇന്ന് യോഗം ചേർന്നിരുന്നു. 4ാം ഘട്ട ക്യാമ്പയിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തോടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനാവും. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കാനാണ് തീരുമാനം. സ്കൂളുകൾക്കും കോളേജുകൾക്കും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുമാണ് ലഹരി വിരുദ്ധ നടപടികളിൽ ഏറ്റവും ഫലപ്രദമായ പങ്കുവഹിക്കാനാവുക. അതിനുവേണ്ട വിശദമായ കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകൾ, പൊതുസ്ഥലങ്ങൾ, വായനശാലകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. കേരളമാകെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ വകുപ്പുകളും ഏകോപിതമായി ശ്രമിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെ കൗൺസിലർമാരാക്കാനും രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണം നൽകാനുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം മനസ്സിലാക്കി രക്ഷിതാക്കളും അധ്യാപകരും പരസ്പരം ആശയവിനിമയം നടത്തണം. ശിക്ഷിക്കാനല്ല, രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശമെന്ന ബോധ്യത്തോടെയുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. സ്കൂൾ പ്രവൃത്തി സമയത്തിന് 1 മണിക്കൂർ മുൻപും സ്കൂൾ പ്രവൃത്തി സമയം കഴിഞ്ഞാലും സ്കൂൾ പരിസരം നിരീക്ഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കും. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ലഹരി വിതരണക്കാരെയും മൊത്തക്കച്ചവടക്കാരെയും കണ്ടെത്തണം. ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഈ വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തുപോയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിൽ കാണില്ല. ജനജാഗ്രതാ സമിതി എല്ലാ സ്ഥലങ്ങളിലും രൂപീകരിക്കാനും നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്താനും നേരത്തെ തീരുമാനിച്ചതാണ്. ഇക്കാര്യം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഏപ്രിൽ 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ 15,530 വ്യക്തികളെയും ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള ഒരാഴ്ച കൊണ്ട് 14,848 വ്യക്തികളെയും പരിശോധിക്കുകയുണ്ടായി. ഈ 2 ആഴ്ചയിൽ വലിയ അളവിൽ വിൽപ്പന നടത്തുന്ന 16 കേസുകളും 56 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 1,686 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1,787 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 573.55 ഗ്രാം MDMA-യും 204.82 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 28 വരെ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി 1,61,425 വ്യക്തികളെയാണ് ആകെ പരിശോധിച്ചത്. വലിയ അളവിൽ വിൽപ്പന നടത്തിയ 92 കേസുകളും 304 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 12,024 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 12,627 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 6.684 കിലോ MDMA-യും 820.02 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡ്രഗ് ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 338 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറി. സോഴ്സ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച്
4.47 കിലോ കഞ്ചാവും, എറണാകുളത്ത് 0.686 ഗ്രാം MDMA-യും, കാസർഗോഡ് 11 കിലോഗ്രാം കഞ്ചാവും പിടികൂടി. തൊട്ടു മുൻപത്തെ ആഴ്ച ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച 5.15 കിലോ കഞ്ചാവും അങ്കമാലി ആലുവ ഭാഗത്ത് വിൽപ്പനക്കായി ട്രെയിൻ മാർഗം എത്തിക്കാൻ ശ്രമിച്ച 9.5 കിലോ കഞ്ചാവും ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 18.09 കിലോ കഞ്ചാവും പിടികൂടി.